കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇത്തവണ പ്രശ്നം രാഷ്ട്രീയമല്ല, മറിച്ച് കേസിന്റെ ഗതി നിർണ്ണയിക്കുന്ന സുപ്രധാനമായ ഔദ്യോഗിക ഫയലുകളുടെ തിരോധാനമാണ്. പതിറ്റാണ്ടുകളായി സുപ്രീം കോടതിയിൽ നടന്നുവരുന്ന നിയമയുദ്ധത്തിന്റെ പകർപ്പുകളും സത്യവാങ്മൂലങ്ങളും ബോർഡ് ആസ്ഥാനത്ത് നിന്നും അപ്രതീക്ഷിതമായത് ഗൗരവകരമായ സുരക്ഷാ വീഴ്ചയായും ബോധപൂർവമായ അട്ടിമറിയായും വിലയിരുത്തപ്പെടുന്നു. മാർച്ച് 14-നകം സുപ്രീം കോടതിയിൽ ശബരിമല കേസുമായി ബന്ധപ്പെട്ട പുതിയ നിലപാട് വ്യക്തമാക്കേണ്ട ഘട്ടം വന്നപ്പോഴാണ് ദേവസ്വം ബോർഡ് അധികൃതർ തങ്ങളുടെ പക്കൽ ആവശ്യമായ രേഖകളില്ലെന്ന സത്യം തിരിച്ചറിയുന്നത്. വർഷങ്ങളായി കേസ് കൈകാര്യം ചെയ്തതിന്റെ ഫയലുകളോ വിവിധ കാലഘട്ടങ്ങളിൽ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളുടെ പകർപ്പോ ബോർഡ് ആസ്ഥാനത്തെ റെക്കോർഡ് റൂമിലോ ബന്ധപ്പെട്ട സെക്ഷനിലോ ഇല്ല. പുതിയ ഭരണസമിതി ആചാര സംരക്ഷണത്തിനും ഭക്തരുടെ വിശ്വാസത്തിനും മുൻഗണന നൽകുന്ന നിലപാടിലേക്ക് മാറാൻ തീരുമാനിച്ച ഘട്ടത്തിലാണ് ഈ സുപ്രധാന ഫയലുകൾ അപ്രതീക്ഷിതമായതെന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. കേവലം ഒരു ഫയലോ കടലാസോ അല്ല കാണാതായിരിക്കുന്നത്. ശബരിമല കേസിന്റെ ചരിത്രപരമായ പരിണാമങ്ങൾ രേഖപ്പെടുത്തിയ സകല ഫയലുകളും അപ്രതീക്ഷിതമായിരിക്കുന്നു. ഇതിൽ ഉൾപ്പെടുന്നവ ഇവയാണ്: 2006-ൽ യുവതി പ്രവേശനത്തെ അനുകൂലിച്ച് LDF സർക്കാർ നൽകിയ സത്യവാങ്മൂലവും അതിന്മേൽ ദേവസ്വം ബോർഡ് സ്വീകരിച്ച നിലപാടുകളും, ക്ഷേത്ര ആചാരങ്ങൾ ലംഘിക്കപ്പെടരുതെന്ന കർശന നിലപാടെടുത്ത പ്രയാർ ഗോപാലകൃഷ്ണൻ ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സമർപ്പിച്ച രേഖകൾ, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ യുവതി പ്രവേശനത്തെ അനുകൂലിച്ചും പിന്നീട് ബോർഡ് അതിനോട് യോജിച്ചും നൽകിയ നിർണായക ഫയലുകൾ, സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ, അവർ ബോർഡിന് നൽകിയ നിയമോപദേശങ്ങൾ തുടങ്ങിയവ. ഈ രേഖകളുടെ അഭാവത്തിൽ പുതുതായി സമർപ്പിക്കപ്പെട്ട സത്യവാങ്മൂലം എങ്ങനെ തയ്യാറാക്കുമെന്ന കാര്യത്തിൽ ബോർഡിന് വ്യക്തതയില്ലാത്ത അവസ്ഥയാണ്. ബോർഡ് ആസ്ഥാനത്തെ റെക്കോർഡ് റൂമിൽ അതീവ സുരക്ഷയോടെ സൂക്ഷിക്കേണ്ട ഫയലുകൾ എങ്ങനെ അപ്രതീക്ഷിതമായി എന്ന ചോദ്യത്തിന് ഉദ്യോഗസ്ഥർക്ക് മറുപടിയില്ല. ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറും അംഗങ്ങളും നേരിട്ട് തിരച്ചിൽ നടത്തിയിട്ടും ഒരു തുമ്പും ലഭിച്ചില്ല. ഇത് കേവലം അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതല്ലെന്നും മറിച്ച് ബോധപൂർവം ഫയലുകൾ മുക്കിയതാണെന്നുമുള്ള സംശയം ശക്തമാണ്. മുൻകാലങ്ങളിൽ ബോർഡ് സ്വീകരിച്ച ചില വിവാദ നിലപാടുകൾ പുറത്തു വന്നിരിക്കാനും ഇപ്പോൾ ആചാര സംരക്ഷണത്തിനായി പുതിയ സത്യവാങ്മൂലം നൽകുന്നത് തടയാനും താല്പര്യമുള്ള ചില അദൃശ്യ കൈകൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുണ്ടെന്ന് ഭക്ത സംഘടനകൾ ആരോപിക്കുന്നു. ശബരിമലയിലെ സ്വർണം കട്ടവർ തന്നെ ഫയലുകളും കടത്തിക്കൊണ്ടുപോയി എന്ന ബോർഡിനുള്ളിലെ തന്നെ അനൗദ്യോഗിക സംസാരങ്ങൾ സ്ഥിതിഗതികളുടെ ഗൗരവവും വ്യക്തമാക്കുന്നു. മാർച്ച് 14 എന്ന സമയപരിധി ബോർഡിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ്. പഴയ രേഖകൾ പരിശോധിക്കാതെ പുതിയ നിലപാട് വ്യക്തമാക്കുന്നത് കോടതിയിൽ തിരിച്ചടിയാകാൻ സാധ്യതയുമുണ്ട്. മുൻപ് നൽകിയ സത്യവാങ്മൂലത്തിൽ നിന്നും എന്ത് മാറ്റമാണ് പുതിയ സത്യവാങ്മൂലത്തിൽ ഉള്ളതെന്ന് കോടതി ചോദിച്ചാൽ അതിന് കൃത്യമായി മറുപടി നൽകാൻ ബോർഡിന് രേഖകൾ അനിവാര്യമാണ്. നിലവിൽ സുപ്രീം കോടതിയിൽ ബോർഡിന് വേണ്ടി ഹാജരാക്കുന്ന അഭിഭാഷകരിൽ നിന്ന് രേഖകളുടെ ഡിജിറ്റൽ പകർപ്പുകൾ തേടാനാണ് നീക്കം. എങ്കിലും ബോർഡിന്റെ ആഭ്യന്തര ഫയലുകൾ ഇല്ലാതെ ഒരു നയപരമായ തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ ബോർഡ് പാടുപെടും. രേഖകൾ കാണാതായ വിവരം സുപ്രീം കോടതി ഔദ്യോഗികമായി അറിയിക്കുന്നത് ബോർഡിന്റെ വിശ്വസ്തതയെ ബാധിക്കുമെന്നതിനാൽ അതീവ ജാഗ്രതയോടെയാണ് നീക്കങ്ങൾ. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കാനാണ് ബോർഡിന്റെ പ്രാഥമികമായ തീരുമാനം. റെക്കോർഡ് റൂമിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയും കഴിഞ്ഞ മാസങ്ങളിൽ അവിടെ നടന്ന സന്ദർശനങ്ങളുടെ രേഖകൾ പരിശോധിക്കുകയും ചെയ്യും. എന്നാൽ ഈ വിഷയം പോലീസിനെ അറിയിക്കുന്നതിനോ FIR രജിസ്റ്റർ ചെയ്യുന്നതിനോ ബോർഡിന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. പുറത്തറിയാതെ ആഭ്യന്തര അന്വേഷണത്തിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് ചില ഉന്നത ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. ഇത് കുറ്റവാളികളെ സംരക്ഷിക്കാനാണോ എന്ന ചോദ്യം ഉയരുന്നു. ശബരിമല യുവതി പ്രവേശന വിധിക്ക് ശേഷം വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളാണ് കേരളത്തിൽ ഉണ്ടായത്. വിശ്വാസികൾക്ക് ഏറെ വൈകാരികമായ ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് എടുക്കുന്ന ഓരോ തീരുമാനം സസൂക്ഷ്മം നിരീക്ഷിക്കപ്പെടുന്നു. ഈ ഘട്ടത്തിൽ രേഖകൾ കാണാതാകുന്നത് ബോർഡിനെ സംശയനിഴലിലാക്കുന്നു. വിശ്വാസം സംരക്ഷിക്കാനുള്ള ബോർഡിന്റെ നീക്കങ്ങളെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമായി ഇതിനെ ഭക്തർ കാണുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ഈ ഫയൽ തിരോധാനം കേവലം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വീഴ്ചയല്ല, ഇത് ശബരിമലയുടെ ചരിത്രത്തെയും നിയമ പോരാട്ടത്തെയും സ്വാധീനിക്കുന്ന ഗൗരവകരമായ കുറ്റകൃത്യമാണ്. സത്യവാങ്മൂലം സമർപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അപ്രതീക്ഷിതമായി ഈ രേഖകൾ കണ്ടെത്തുക എന്നത് ബോർഡിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അന്വേഷണം എങ്ങോട്ട് നീങ്ങുമെന്നും കോടതിയിൽ ബോർഡ് എന്ത് മറുപടി നൽകുമെന്നും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകൂടങ്ങളിൽ ഒന്നായ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ശബരിമല പോലുള്ള അതീവ പ്രാധാന്യമുള്ള കേസുകളുടെ ഫയലുകൾ കാണാതായത് വലിയ ചോദ്യചിഹ്നമാണ്. CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിലും സെക്യൂരിറ്റി ജീവനക്കാരുടെ കാവലിലുമാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. എന്നാൽ റെക്കോർഡ് റൂമുകളിലെ ഫയൽ കൈമാറ്റങ്ങൾ നിരീക്ഷിക്കാൻ കൃത്യമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഇല്ലാത്തത് വലിയ പോരായ്മയാണ്. സാധാരണഗതിയിൽ സുപ്രധാന രേഖകൾ സൂക്ഷിക്കുന്ന റെക്കോർഡ് റൂമിലേക്ക് സെക്ഷൻ ക്ലർക്കുമാർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും മാത്രമേ പ്രവേശനം ഉണ്ടാകാറുള്ളൂ. ഒരു ഫയൽ പുറത്തേക്ക് എടുക്കണമെങ്കിൽ കൃത്യമായ രജിസ്റ്റർ എൻട്രി ആവശ്യമാണ്. ശബരിമല കേസ് പോലെ ഹൈ പ്രൊഫൈൽ ആയ വിഷയങ്ങളിലെ ഫയലുകൾ അപ്രതീക്ഷിതമാകണമെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളെയും ഔദ്യോഗിക നടപടികളെയും മറികടക്കാൻ കഴിയുന്ന ആരെങ്കിലും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കണം.
റെക്കോർഡ് റൂമിലെ ഫയലുകൾ അടുക്കി വെച്ചിരിക്കുന്ന രീതിയിലും സൂചിക തയ്യാറാക്കിയ രീതിയിലും അടുത്തിടെ മാറ്റങ്ങൾ വരുത്തിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. സുരക്ഷാ വീഴ്ചയേക്കാൾ ഉപരിയായി ആസ്ഥാനത്തെ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഫയലുകൾ മാറ്റപ്പെടാനാണ് സാധ്യതയെന്ന് സൂചനകൾ വ്യക്തമാക്കുന്നു.